വിമൻസ് ഡേ കേട്ടോ ഞാൻ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യണതിന്റെ അന്നൊരാൾക്ക് കുറച്ച് വിഷമം ഉണ്ടായി. കാരണം ഞാൻ ആ വീഡിയോയിൽ മൊത്തം പറഞ്ഞത് എന്റെ പെങ്ങളെ കുറിച്ചാണ്. ഉമ്മാനെ കുറിച്ച് ഞാൻ അത്ര പറഞ്ഞിട്ടല്ല. ആൾക്കാർ ചെറുതായിട്ടൊരു വിഷമമായി. പക്ഷെ എന്റെ ഉമ്മക്ക് അറിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കായിരുന്നു. കാരണം ആളെ കുറിച്ച് പറയാൻ അത്രയുണ്ട്. കാരണം ആള് 21-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ ആൾക്കൊരു ജോലി ഉണ്ട്. ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ആള് നഴ്സായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വാപ്പാടെ വീട്ടുകാർക്ക് ഉമ്മ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉമ്മ അത് നിർത്തി. പിന്നെ 22-ാമത്തെ വയസ്സിൽ ഞാനുണ്ടായി. ഹെർലക് റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ആള് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ടായി. അപ്പോഴും പഠിത്തം നിർത്തിയിട്ടൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ആള് PSC പഠിച്ചു. കുറെ കാലം ഒരു 4-5 വർഷത്തോളം ആള് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആലോചിച്ച് നോക്കുക, ഒരു കുട്ടീനെ നോക്കണം, ആ ഫാമിലിനെ നോക്കണം, ആ വീട് ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ ഒപ്പം പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയ ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ദാറ്റ് മച്ച്. ആള് പക്ഷെ അത്രയും കഷ്ടപ്പെട്ടു പഠിച്ചു. പിന്നെ എന്റെ പെങ്ങളുണ്ടായി. ഐ സ്റ്റിൽ റിമെമ്പർ പെങ്ങൾ ഉണ്ടായ ദിവസം അവളുടെ ഡെലിവറി ഡേക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു. ഐ എം ടു ഹാപ്പി. പക്ഷെ എനിക്ക് അത്ര ബോധം ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് അത്രയും പ്രൗഡായി തോന്നുന്നുണ്ട്. ഞാനും ഉമ്മ തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ നേരെ ഓപ്പോസിറ്റാ. ഞാൻ ഉമ്മയും ചേരുന്നില്ല. എപ്പോഴും തല്ല ഞങ്ങള്. ഒരു ദിവസം നന്നായിരുന്ന പിന്നെ ഒരാഴ്ച ഞങ്ങൾ അടിയ. അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ ചെറിയ എനിക്ക് ആളത്ര ഇഷ്ടമല്ല, എനിക്ക് വാപ്പാനാ ഇഷ്ടം എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല ഉമ്മ. സീരിയസ്ലി ഐ എം ടു പ്രൗഡ് അബൌട്ട് ഹെർ. ആലോചിച്ച് നോക്ക്, ഒരു 30 വയസ്സ് ആവണതിന് മുന്നേ ആള് മാരീഡായി, ആളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, 2 മക്കളുടെ ഉമ്മയായി. ഷീ ഗോട്ട് എ ജോബ്, ഗവൺമെന്റ് ജോബ്. ആള് സെറ്റിലായി. ഇപ്പോൾ ആള് സർവീസിൽ കയറിയിട്ട് 5 വർഷമായി. അതിന്റെ ഇടയിൽ വന്ന എല്ലാ പ്രശ്നങ്ങളും ആൾ അത്രയും ബോൾഡായിട്ടാണ് ഫേസ് ചെയ്തത്. എന്നെ കൊണ്ടൊന്നും കഴിയില്ല സീരിയസ്ലി. ഇപ്പോഴും 30 വയസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും സാധിക്കുമെന്ന് എന്നെ കൊണ്ട് പറ്റും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് ആളെ ഇഷ്ടമാണെന്നുള്ളതിനേക്കാളും ഞാൻ ആളെ ആലോചിച്ച് അത്രയും പ്രൗഡാണ്. ഐ ആം ടു പ്രൗഡ് അബൌട്ട് ഹെർ. ഷീ ഈസ് ദ റിയൽ വാരിയർ ഐ എവർ സീൻ.